തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ചോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ മന്ത്രിക്ക് നൽകിയിരുന്നു. ഷമീർ ഉണ്ട് കൊല്ലത്ത് നിന്നും. ഷമീർ, ഈ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പകൽ പോലെ കണ്ടതാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആർക്കൊക്കെയാണ് വീഴ്ച പറ്റിയത്? ഈ അപകടത്തിന് പിന്നാലെ ആർക്കെതിരെ പഴികൾ ഉയർത്തുകയായിരുന്നു? എന്താണ്, ആർക്കാണ് പറ്റിയ അനാസ്ഥ? ഇതൊക്കെ നമുക്ക് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. ഇനി അറിയേണ്ടത് റിപ്പോർട്ട് എപ്പോൾ മന്ത്രിക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ്. സേതുലക്ഷ്മി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. അതായത് സ്കൂളിലെ പ്രധാന അധ്യാപിക, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് ഒപ്പിട്ട ഉദ്യോഗസ്ഥൻ, തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയിരിക്കുന്ന എല്ലാവരും തന്നെ സമാധാനം പറയേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് ഇവർക്കെതിരെയെല്ലാം നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാന അധ്യാപികയെ മാറ്റി നിർത്താനും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും പ്രാഥമികമായി തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ തീരുമാനങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം, ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ സഹപാഠികൾ, സംഭവ സമയത്ത് ഈ സ്കൂളിൽ എത്തി ഈ സംഭവം കണ്ട സഹപാഠികളടക്കമുള്ള ആളുകളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ ഇന്ന് നടക്കും. അതുപോലെ ബാലാവകാശ കമ്മീഷന്റെ അംഗങ്ങൾ സ്കൂളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. പരസ്പരം KICBയും വിദ്യാഭ്യാസ വകുപ്പും പഴിചാരുമ്പോഴും ആരുടെ കുറ്റം എന്ന് ഇന്നലെ വൈകിട്ട് വരെയും ഒരു ധാരണയില്ല. എല്ലാം അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട്. പരസ്പരം പഴിചാരുകയാണ്. PTA പോലും PTA പ്രസിഡന്റ് പറയുന്നതല്ല, SMC കമ്മിറ്റി ചെയർമാൻ പറയുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇന്നലെയും സ്കൂൾ അധികൃതർ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിൽ അടിയന്തരമായ ഒരു നടപടിക്ക് സാധ്യത ഉയരുകയാണ്. ആ നടപടി ഇന്നുണ്ടായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മിഥുന്റെ സംസ്കാര ചടങ്ങുകളാണ് രണ്ടാമത് നമുക്ക് പറയാനുള്ളത്. കുട്ടിയുടെ മൃതദേഹം ഇന്നലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ അമ്മ കുവൈത്തിലാണുള്ളത്. ആ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന കുടുംബവും മൊത്തം അവർ തുർക്കിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇനി അവർ കുവൈറ്റിലെത്തിയ ശേഷം നാളെയോടുകൂടി നാട്ടിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വൈദ്യുത വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് ഈ സ്കൂളിലേക്ക് എത്തും. അവിടെ പരിശോധന നടത്തും. നമുക്കറിയാം, ആ ഷീറ്റ്, അതായത് അപകടം നടന്ന എനിക്ക് പുറകിൽ കാണുന്ന ഈ സ്കൂളിന്റെ പുറകുവശത്തുള്ള ആ ഷീറ്റും അതുപോലെ വൈദ്യുത കമ്പിയും തമ്മിലുള്ള ഉയരം, ആ ഉയരത്തിലുള്ള വ്യത്യാസം, അത് എങ്ങനെയാണ് ഇതിന് അനുമതി കൊടുക്കാൻ സാധിക്കുക? എന്തായാലും 10-20 വർഷത്തിലധികമായി ഈ വൈദ്യുത ലൈൻ ഇതുവഴി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പോലും തന്നെ അപ്പോഴൊന്നും തന്നെ ഇതിലൊരു സുരക്ഷാ നടപടി അവർ സ്വീകരിച്ചില്ല. ജൂൺ 15-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ SMC കമ്മിറ്റി യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു വൈദ്യുതി കമ്പി ഉയർത്തുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് KICB നിർദ്ദേശം നൽകിയതായി ആ മിനിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടുത്ത യോഗത്തിൽ അതിൽ തീരുമാനമെടുക്കാമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നതായിട്ടും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീഴ്ചയുടെ എല്ലാ കുറ്റവും വിദ്യാഭ്യാസ വകുപ്പിനും KICB വകുപ്പിനും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇവർക്ക് ആർക്കും ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. ഇത്തരത്തിൽ നമുക്കറിയാം, ഈ ഒരു ദുരന്തം, ഇത്തരത്തിൽ ഈ കമ്പി, ഈ വൈദ്യുത കമ്പി അല്ലാതെ പൊട്ടി വീണാൽ പോലും കുട്ടികൾ സൈക്കിൾ വെച്ച് സ്കൂളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം, കൂടുതൽ കുട്ടികൾ അവിടെ ആ ഭാഗത്തേക്ക് എത്തുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് KICBക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത്ര വലിയ സർവത്ര അനാസ്ഥയാണ്. ഈ കെട്ടിടം പണിതത് മുതൽ തന്നെ തുടങ്ങുന്നു ഇതിന്റെ അനാസ്ഥ. വലിയ വേണ്ടത്ര ഈ പഞ്ചായത്തിന്റെ അടക്കം അനുമതിയൊന്നും ഇല്ലാതെയൊക്കെയാണ് ഈ കെട്ടിടം കെട്ടിയതെന്നും വാർത്തകളൊക്കെ വരുന്നുണ്ട്. കെട്ടിടം കെട്ടിയതിൽ അനാസ്ഥയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? സംഭവിച്ചു. എത്ര കാലമായിട്ട് അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികൃതരുടെ കണ്ണിൽ പെടുന്നില്ലേ? അവർ എല്ലാ ദിവസവും വരുന്നതല്ലേ? അധ്യാപകർ കാണുന്നില്ലേ? കുട്ടികൾ ഇതിന്റെ മുകളിലേക്ക് കയറാനൊരു സാധ്യത ഇവർക്ക് നേരത്തെ കാണാൻ പറ്റുന്നതല്ലേ? ഈ പുറത്ത് നിന്ന്, അതായത് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം ആ ലൈൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് KICB ഇതിനോട് ശക്തമായ നടപടി എടുത്തില്ല? ഈ സ്കൂൾ അധികൃതരോട് KICB വാക്കാൽ പറയുകയാണോ വേണ്ടത്? ഇത്രയും വലിയൊരു അപകടം, ഇത്രയും ഈ വൈദ്യുതി
കടന്നു പോകുന്ന ഒരു ലൈൻ ഒരു സ്കൂളിന്റെ കുട്ടികൾക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തിൽ ഈ പോകുന്നതും വർഷങ്ങളായി പോകുന്നതും അത് വാക്കാൽ നിർദ്ദേശിക്കുകയാണോ വേണ്ടത്? അതിന് അധികാരികൾ, സ്കൂൾ അധികൃതർ, സ്കൂൾ മാനേജ്മെന്റ് ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ ഈ വൈദ്യുത വകുപ്പിന്? അപ്പോൾ സർവത്ര വീഴ്ചയാണ് സംഭവിച്ചത്. അവിടെ ഒരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു, മിഥുൻ, ഒരു 13 വയസ്സുകാരൻ, ഒരു കുടുംബത്തിന്റെ എല്ലാമായിരുന്ന, ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന, നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു, ആ സ്കൂളിന്റെ കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. നഷ്ടപ്പെട്ടതിനു ശേഷം എന്താണ്? പെട്ടെന്ന് അത് മാറ്റിയില്ലേ? മാറ്റം നമ്മൾ കണ്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്താണ്? ഒരു കെട്ടിടത്തിന്റെ പകുതി ഭാഗം ഇളകി വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിന്റെ എല്ലാമായിരുന്ന ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. തൊട്ട് പിന്നാലെ 5 മിനിറ്റ് കൊണ്ട് മാറ്റിയില്ലേ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും പുതിയ കെട്ടിടത്തിലേക്ക്? അപ്പോൾ ഇതിനെന്തിനായിരുന്നു കാലതാമസം? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നീട് ഉണർന്ന് പ്രവർത്തിക്കും. ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ എന്ത് സ്വീകരിക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു, എന്ത് നടപടിയെടുക്കുന്നു എന്നതിലാണ് കാര്യം.